നമസ്കാരം, എൻ്റെ പേര് പൃഥ്വി. ഞാൻ ഗവൺമെൻറ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ വല്യശാല സ്കൂളിലെ +2 വിദ്യാർത്ഥിയും SPC കേഡറ്റുമാണ്. ഇന്ന് നമ്മോടൊപ്പമുള്ളത് അവയർനെസ് പ്രോഗ്രാമിൻ്റെ ചുമതല വഹിക്കുന്ന ജോയിൻറ്റ് എക്സൈസ് കമ്മീഷണർ ശ്രീ വിനോദ് കുമാർ സാർ അവറുകളാണ്. ഇന്ന് അദ്ദേഹം നമ്മോട് ലഹരി ഉപയോഗവും വിദ്യാർത്ഥികളും എന്ന വിഷയത്തെപ്പറ്റി സംസാരിക്കുന്നതാണ്. നമ്മുടെ നാട് ലഹരി വിരുദ്ധ പോരാട്ടത്തിൻ്റെ പാതയിലാണല്ലോ. എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നാം നടത്തി വരുന്നത്? നമുക്കറിയാം, ലഹരിയുമായി ബന്ധപ്പെട്ട് വിവിധ ഏജൻസികൾ വർക്ക് ചെയ്യുന്നുണ്ട്. കേന്ദ്ര ഏജൻസികളുണ്ട്, സംസ്ഥാന ഏജൻസികളുണ്ട്. കേന്ദ്ര ഏജൻസികളെന്ന് പറയുമ്പോൾ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ, DRI, കസ്റ്റംസ്, അങ്ങനെ ഏജൻസികൾ വരുന്നുണ്ട്. അതുകൂടാതെ സംസ്ഥാന പോലീസ്, സംസ്ഥാന എക്സൈസ്, അങ്ങനത്തെ ഏജൻസികൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 തരത്തിലാണ് മയക്കുമരുന്ന് വിരുദ്ധ പോരാട്ടം ഈ ഏജൻസികൾ നടത്തുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ എൻഫോഴ്സ്മെൻറ്റ്, അതായത് നിയമ നടപടികൾ. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെ അല്ലെങ്കിൽ കടത്തിക്കൊണ്ടുവരുന്നവരെ കണ്ടെടുക്കുക, അവരുടെ പേരിൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുക, അന്വേഷണം നടത്തുക, നിയമ നടപടിക്ക് വിധേയമാക്കുക. അപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനം മാത്രം നടത്തിയത് കൊണ്ട് നമുക്ക് ഇതിനെ ഫലപ്രദമായി ചെറുക്കാൻ കഴിയില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് കേരള സർക്കാർ വിമുക്തി മിഷൻ എന്ന് പറഞ്ഞൊരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. അപ്പം വിമുക്തി മിഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം ഇത് ഉപയോഗിക്കുന്നവരെ കണ്ടെത്തുക, ഉപയോഗിക്കുന്നവരെ കണ്ടെത്തി അവരെ പ്രോപ്പറായിട്ട് കൗൺസിലിങ്ങോ ട്രീറ്റ്മെൻറ്റോ കൊടുക്കുക. ഈ 2 പദ്ധതി കൂടാതെ മയക്കുമരുന്നിനെതിരെ വ്യാപകമായിട്ടുള്ള അവയർനെസ്, ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുക. ഇത്രയാണ് നമ്മൾ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും മയക്കുമരുന്നിനെതിരെയുള്ള നടപടിയായിട്ട് ചെയ്യുന്നത്. ലഹരിമരുന്നിൻ്റെ ഉപയോഗവും അതിൻ്റെ വാഹകരുമായി ഇപ്പോൾ വിദ്യാർത്ഥികൾ മാറുന്നുണ്ട്. അതിനെതിരെ ഞങ്ങൾ വിദ്യാർത്ഥികൾക്ക് എന്തെല്ലാം മുൻകരുതലുകളാണ് എടുക്കാൻ കഴിയുന്നത്? വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ജോലി അല്ലെങ്കിൽ അവർ ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ പഠനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. മാധ്യമങ്ങൾ പറയുന്നതനുസരിച്ച് നമ്മൾ പോകേണ്ട കാര്യമില്ല. വിദ്യാർത്ഥികളെന്ന് പറയുമ്പോൾ വളരെ ഒരു ചുരുങ്ങിയ എണ്ണം വിദ്യാർത്ഥികൾ മാത്രമേ ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ പോലെ മയക്കുമരുന്ന് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ വാഹകരൊക്കെ ആയി അവരബദ്ധത്തിൽ ചെന്ന് പെട്ടുപോകുന്നതാണ്. അപ്പോൾ തീർച്ചയായും SPC പോലത്തെ സംഘടനകൾക്ക് അതിലൊരു ക്രിയാത്മകമായ ഒരു നടപടി സ്വീകരിക്കാൻ പറ്റും. അപ്പം അതിൽ നമ്മൾ പ്രത്യേകിച്ചും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അപരിചിതരായിട്ടുള്ള ആൾക്കാരുമായി ഇടപെടാതിരിക്കുക, ഒന്ന്. പിന്നെ നിയമങ്ങളെക്കുറിച്ച് കൃത്യമായി നമുക്കൊരു അവബോധമുണ്ടായിരിക്കുക. SPC, എനിക്ക് തോന്നുന്നു SPCയിൽ നിയമ ക്ലാസ്സുകൾ എക്സൈസും പോലീസും ഒക്കെ നിങ്ങൾക്ക് തരുന്നുണ്ടായിരിക്കും. അത് കൃത്യമായിട്ടും ഫോളോ ചെയ്യുക. അപ്പോൾ നിയമ നടപടികൾ അറിഞ്ഞാൽ തന്നെ നമ്മൾ ഇതിൽ നിന്നെല്ലാം മാറി നിൽക്കും. SPCയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അങ്ങേക്ക് അറിവുള്ളതാണല്ലോ. അപ്പോൾ SPCയെ പറ്റി അങ്ങയുടെ കാഴ്ചപ്പാടുകൾ എന്താണ്? SPC എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കേരള സംസ്ഥാനത്ത് മാത്രമേ ഉള്ളൂ. അത് മറ്റ് സംസ്ഥാനങ്ങളിലോട്ട് വ്യാപിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഉണ്ട്. അതായത് അത്രയും നല്ലൊരു പദ്ധതി ആയതുകൊണ്ട് തന്നെയാണ് അത് മറ്റ് സംസ്ഥാനങ്ങളിലേട്ടും കൂടി മറ്റ് സംസ്ഥാനങ്ങൾ അതിൽ താല്പര്യം പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഞാൻ മനസ്സിലാക്കുന്ന ശാരീരികമായും മാനസികമായും ഉള്ള ഒരു തയ്യാറെടുപ്പ് കുട്ടികളിൽ ഉണ്ടാക്കുന്നു. പോരാഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ എല്ലാ നിയമങ്ങളെക്കുറിച്ചും കുട്ടികൾക്ക് പ്രോപ്പറായിട്ടുള്ള പരിശീലനം നൽകുന്നു. ഇതുകൂടാതെ അവർക്ക് ആഴ്ചയിൽ 2 ദിവസം ഫിസിക്കലും ആയിട്ടുള്ള ഡ്രില്ലുണ്ട്. അപ്പം ശാരീരികവും മാനസികവുമായിട്ടുള്ള അവരുടെ ഒരു വെൽബീയിങ് അതിനകത്ത് വരുന്നുണ്ട്. ആൻറ്റി ഡ്രഗ് ക്യാമ്പയിനിൽ ഇതിനോടകം SPC അംബാസിഡർമാരായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ തുടർന്നും ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ പങ്കെടുക്കാനായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത്? SPC ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ സ്കൂളിനകത്തുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് സ്കൂളിനുള്ളിൽ ഒരു പോലീസിങ്, സ്കൂളിനകത്ത് മയക്കുമരുന്ന് വരുന്നില്ല അല്ലെങ്കിൽ മയക്കുമരുന്ന് ആരെങ്കിലും കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതാണ് SPCയുടെ മെയിനായിട്ടുള്ള ഇപ്പോഴത്തെ ഒരു ജോലിയെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതുകൂടാതെ തന്നെ SPCക്ക് പുറത്തും ഈ പറഞ്ഞ പോലെ മയക്കുമരുന്നിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ മയക്കുമരുന്ന് വിപണനം ഒക്കെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി അവരുടെ കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാൽ വളരെ നന്നായിരിക്കും. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിലും അതിൻ്റെ വാഹനം തടയുവാനായിട്ടും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിവരുന്ന പദ്ധതികളെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും അതിൻ്റെ നിയമവശങ്ങളെക്കുറിച്ചും ഒന്ന് പറയാമോ സാർ?
എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 2 തരത്തിലാണ് ലഹരിക്കെതിരെയുള്ള പോരാട്ടം നടത്തുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ എൻഫോഴ്സ്മെൻറ്റ്, നിയമ നടപടികൾ സ്വീകരിക്കുക. 2 ബോധവൽക്കരണം. വിമുക്തി മിഷൻ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു മിഷൻ ഗവൺമെൻറ് 2016 രൂപീകരിക്കുകയും അത് സമൂഹത്തിലെ എല്ലാ വിഭാഗം ആൾക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ ജനകീയ മുന്നേറ്റം ഈ മയക്കുമരുന്നിനെതിരെ നടത്തുന്നുണ്ട്. ഈ 2 കാര്യങ്ങളാണ് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നത്. അപ്പം അതുപോലെ തന്നെ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആൾക്കാരെ കണ്ടെത്തി അവരെ പ്രോപ്പറായിട്ട് ഡി അഡിക്ഷൻ ചെയ്യുന്നതിന് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും ആരോഗ്യ വകുപ്പും കൂടി ചേർന്ന് 14 ജില്ലകളിൽ ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ് രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ചികിത്സ തികച്ചും ഫ്രീ ആയിട്ടാണ്, സർക്കാർ ചെലവിലാണ് ഇവരെ ചികിത്സിക്കുന്നത്. ഇതുകൂടാതെ അത്യാവശ്യം ഉള്ള ആൾക്കാർക്ക് ടെലിഫോണിക് കൗൺസിലിങ്ങും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻഫോഴ്സ്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മയക്കുമരുന്നിനെ റെഗുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കേസുകൾ നമ്മൾ എടുക്കുന്നത് NDPS ആക്ട്, നർക്കോട്ടിക് ഡ്രഗ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് 1985 പ്രകാരമുള്ള ഒരു ആക്റ്റാണ്. ഇതൊരു സെൻട്രൽ ആക്റ്റാണ്. സെൻട്രൽ ഗവൺമെൻറ് പുറപ്പെടുവിച്ചിട്ടുള്ള ഒരു ആക്ട് പ്രകാരമാണ് നമ്മൾ നിയമ നടപടികൾ എടുക്കുന്നത്. അപ്പോൾ ഈ നിയമം എന്ന് പറയുന്നത് ഈ ചെറിയ അളവിൽ മയക്കുമരുന്ന് വയ്ക്കുന്ന അല്ലെങ്കിൽ ചെറിയ കുട്ടികൾ അല്ലെങ്കിൽ അഡിക്റ്റ് ആയിട്ടുള്ളവർക്ക് അതനുസരിച്ചുള്ള ഇളവുകൾ കൊടുക്കുകയും അതേസമയം സമൂഹത്തിൽ വലിയ അളവിൽ മയക്കുമരുന്ന് കൊണ്ടുവന്ന് വിപണനം നടത്തുന്നവർക്കെതിരെ വളരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്ന ഒരു ആക്റ്റും കൂടിയാണ്. ഇതിൽ മയക്കുമരുന്നെന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ബേസ് ചെയ്തുള്ളൊരു നിയമമാണ്. അതായത് ചെറിയ അളവ്, മീഡിയം ക്വാണ്ടിറ്റി, കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ആയിട്ടാണ് വേർതിരിച്ചിട്ടുള്ളത്. അപ്പോൾ കൊമേഴ്ഷ്യൽ അളവിൽ കൊണ്ടുവന്ന് മയക്കുമരുന്ന് കച്ചവടം ചെയ്യുന്ന ആൾക്കാരെ പിടിക്കപ്പെടുകയും അവരെ ശിക്ഷിക്കപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് 20 വർഷം വരെ തടവ് ലഭിക്കാൻ ഉള്ള ഒരു സാഹചര്യമുണ്ട്. അതേസമയം ചെറിയ അളവിൽ ഈ പറഞ്ഞ പോലെ മയക്കുമരുന്നിൻ്റെ ചതിക്കുഴിയിൽ പെട്ടുപോകുന്നവർക്ക് അവർക്കൊന്ന് റിഫോം ചെയ്യാൻ വേണ്ടി അവർ ഡി അഡിക്ഷൻ സെൻറ്ററിൽ പോയി അത് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അവർക്കെതിരെയുള്ള നിയമ നടപടികൾ ഒഴിവാക്കി കൊടുക്കാനുള്ള വ്യവസ്ഥയും NDPS ആക്ടിലുണ്ട്. സാർ, ലഹരി ഉപയോഗം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കാൻ എന്തൊക്കെ മാർഗങ്ങളാണുള്ളത്? ലഹരി ഉപയോഗം ആയി ബന്ധപ്പെട്ട് പരാതികൾ വിദ്യാർത്ഥികൾക്ക് നൽകുന്നതിന് വേണ്ടി നേർവഴി എന്നുള്ളൊരു നമ്പർ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 96 56 17 8000 എന്ന് പറഞ്ഞ നമ്പറിൽ വിദ്യാർത്ഥികൾക്ക് വിളിക്കാമെന്നുള്ളതാണ്. ഇത് കൂടാതെ വിദ്യാർത്ഥികൾക്ക് കൗൺസിലിങ്ങിന് വേണ്ടി 14 405 എന്ന നമ്പർ ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ചാൽ അവർക്ക് ഈ ഉപയോഗിക്കുന്നവരോ അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ടെലിഫോണിക് കൗൺസിലിംഗ് കൊടുക്കാനുള്ള സംവിധാനമുണ്ട്. സാർ, ഇന്നത്തെ വിദ്യാർത്ഥികൾക്ക് ലഹരിക്കെതിരെ സാറിന് നൽകാനുള്ള ഒരു സന്ദേശം എന്താണ്? സന്ദേശം ജീവിതമാണ് ലഹരി. ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന നല്ല ലഹരികൾ, പഠനം, കല, കായികം, അതിനെ മുറുക്കെ പിടിച്ചുകൊണ്ട് ചീത്ത ലഹരി പദാർത്ഥങ്ങൾ, മദ്യം, മയക്കുമരുന്ന് ജീവിതത്തിൽ നിന്നും ഉപേക്ഷിക്കുക. അപ്പോൾ അതിനകത്ത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഡോണ്ട് സേ യെസ് വെൻ യു ഷുഡ് സേ നോ. നോ പറയേണ്ട സ്ഥലത്ത് നമ്മൾ കൃത്യമായിട്ടും നോ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ മയക്കുമരുന്നിനെ നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്താൻ സാധിക്കും. ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിവരുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും വിദ്യാർത്ഥികൾക്ക് അതിനെതിരെ എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുമെന്നും നമുക്ക് മനസ്സിലാക്കി തന്ന ശ്രീ വിനോദ് കുമാർ സാർ അവറുകൾക്ക് SPCയുടെ പേരിൽ പ്രത്യേകം നന്ദി അറിയിക്കുന്നു.